ഒരു സ്വകാര്യ ജെറ്റ് സാധാരണ ഒരു കാലാവസ്ഥയിൽ ഭൂമിയിൽ നിന്നും 4000 അടി ഉയരത്തിൽ പറക്കുകയാണ്. ഏഴ് പേരായിരുന്നു ആ ജെറ്റിൽ ഉണ്ടായിരുന്നത്. ഇവരിൽ 2 പേർ ഒരു പൈലറ്റും എഞ്ചിനീയറുമായിരുന്നു, ആൽഫ്രഡ് ലിയോണാർഡ് ലോവൻസ്റ്റീൻ. ബാക്കിയുള്ള 5 പേർ പുറകിലിരിക്കുകയാണ്. ആൽഫ്രഡ് ലിയോണാർഡ് ലോവൻസ്റ്റീൻ ഈ 5 പേരിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. 1920 ഈ ആൽഫ്രഡ് ലോകത്തിലെ ധനികനായ 3ാമത്തെ വ്യക്തിയായിരുന്നു. അദ്ദേഹം ആ ജെറ്റിൽ പറക്കുമ്പോൾ തന്റെ നോട്ട് പാഡ് എടുത്തു. യാത്രകൾക്കിടയിൽ അദ്ദേഹം ഒരുപാട് എഴുതുമായിരുന്നു. അങ്ങനെ എഴുതി ഒരു അരമണിക്കൂറിനുള്ളിൽ അദ്ദേഹം ശുചിമുറിയിലേക്ക് പോകുന്നു. 15 മിനിറ്റ് കഴിഞ്ഞിട്ടും ആൽഫ്രഡ് പുറത്തു വന്നില്ല. സഹയാത്രികർ അദ്ദേഹത്തെ തേടിപ്പോയി. വാതിൽ അകത്തു നിന്നും പൂട്ടിയ നിലയിലായിരുന്നു. ഒരുപക്ഷെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നറിയാൻ വാതിൽ തകർത്ത് അകത്തേക്ക് കയറി. പക്ഷെ അകത്ത് ആൽഫ്രഡ് ഇല്ലായിരുന്നു. അയാളെ കാണാനില്ല. അദ്ദേഹം വായുവിൽ അപ്രത്യക്ഷനായോ? എവിടെ പോയി? 4000 അടി ഉയരത്തിൽ നിന്നും താഴേക്ക് വീണോ? ആത്മഹത്യ ചെയ്തോ? അന്യഗ്രഹ ജീവികൾ അദ്ദേഹത്തെ കൊണ്ടുപോയോ? ആൽഫ്രഡ് എന്ന വ്യക്തി അന്നത്തെ ദിവസം യാത്രയെ ചെയ്തിട്ടില്ലേ? ഇന്നും ഇതൊരു ചുരുളഴിക്കാൻ കഴിയാത്ത രഹസ്യമാണ്. ആൽഫ്രഡ് ഒരു ധനികനായിരുന്നു. ലോകത്തിലെ ഒരുപാട് സമ്പന്നരായ ആളുകൾ ഇദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. ബെൽജിയമായിരുന്നു ആൽഫ്രഡിന്റെ സ്വന്തം നാട്. ബിസിനസ് മീറ്റിംഗുകൾക്കായി അദ്ദേഹം പലപ്പോഴും ബ്രിട്ടൻ സന്ദർശിക്കുകയും പിന്നീട് ബെൽജിയത്തിലേക്ക് മടങ്ങുകയും ചെയ്യും. 1920 ആ സമയം അദ്ദേഹം സമ്പന്നതയുടെ കൊടുമുടിയിലായിരുന്നു. അദ്ദേഹത്തെ ചുറ്റി ഒരുപാട് പേരുണ്ടായിരുന്നു. 1926 അദ്ദേഹം ഇന്റർനാഷണൽ ഹോൾഡിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് എന്ന കമ്പനി ആരംഭിച്ചു. നിരവധി സമ്പന്നർ അദ്ദേഹത്തിന്റെ കമ്പനിയിൽ നിക്ഷേപിച്ചു. അതിനുശേഷം കാനഡയിലെ 2 കോർപ്പറേറ്റുകൾ വാങ്ങണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിനുവേണ്ടി ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്തു. ബർസലോണ ട്രാക്ഷൻ, ലൈറ്റ് ആൻഡ് പവർ എന്നിവയായിരുന്നു ആ 2 കോർപ്പറേഷനുകൾ. എന്നാൽ ഇവ രണ്ടും അദ്ദേഹത്തിന് വാങ്ങാൻ സാധിച്ചില്ല. അങ്ങനെ ഇതിനായി അദ്ദേഹം നൽകിയ പണമെല്ലാം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ പരിശ്രമമെല്ലാം പാഴായി, കടക്കെണിയിലായി. അദ്ദേഹത്തിന്റെ കമ്പനിയിൽ നിക്ഷേപിച്ച സമ്പന്നർക്കും കോർപ്പറേഷനുകൾക്കും അവരുടെ പണം തിരികെ ആവശ്യമായി വന്നു. അവർ പണം തിരികെ ചോദിക്കാൻ തുടങ്ങി. അദ്ദേഹം വലിയൊരു കടക്കെണിയിലായി മാറി. അങ്ങനെ ഒരു സമയം ലണ്ടനിൽ നടന്ന വളരെ സുപ്രധാന മീറ്റിംഗിന് ആൽഫ്രഡ് പോകുന്നു. 1928 ജൂലൈ മാസം 4-ന് ഈ മീറ്റിംഗ് എല്ലാം അവസാനിച്ച് അദ്ദേഹം ബെൽജിയത്തിലേക്ക് മടങ്ങണം. അങ്ങനെ ക്രോയിഡൽ എയർപോർട്ടിൽ അദ്ദേഹം നിൽക്കുന്നു. അവിടെ നിന്നും ബ്രസൽസിലേക്കാണ് അദ്ദേഹത്തിന് പോകേണ്ടത്. അദ്ദേഹത്തെ കൊണ്ടുപോകാൻ ഒരു സ്വകാര്യ വിമാനം സജ്ജമായിരുന്നു. ഫോക്കർ F7 എന്നായിരുന്നു ആ ജെറ്റിന്റെ പേര്. ഈ ഒരു വിമാനത്തെക്കുറിച്ച് നമ്മൾ ആദ്യം അറിയണം. ഇതിന്റെ മുന്നിൽ 2 സീറ്റ് ഉണ്ട്. ഒന്ന് പൈലറ്റ് സീറ്റും മറ്റൊന്ന് മെക്കാനിക് സീറ്റും. പൈലറ്റിന്റെ ആ ഒരു ക്യാബിന് പുറകിലായി മറ്റൊരു ക്യാബിൻ ഉണ്ട്. ഈ 2 ക്യാബിനും ഇടയിൽ യാതൊരു ബന്ധവുമില്ല. പുറകിലുള്ള ക്യാബിനിൽ 12 പേർക്ക് ഇരിക്കാൻ സാധിക്കും. പക്ഷെ അവിടെ ഇപ്പോൾ 5 പേർ മാത്രമേ ഉള്ളൂ. അതിൽ 4 പേർ ആൽഫ്രഡിന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളായിരുന്നു. 2 വനിതാ സ്റ്റെനോഗ്രാഫേഴ്സും ഒരു പുരുഷ സെക്രട്ടറിയും ഒരു പുരുഷ ജീവനക്കാരനുമായിരുന്നു. ഫ്രെഡ് ബാക്സ്റ്ററും ആർത്തർ ഹോക്സിൻ എന്നായിരുന്നു ഈ 2 പേരുടെ പേര്. ഈ വിമാനത്തിന്റെ ഈ ജെറ്റിന്റെ അടുത്ത കമ്പാർട്ട്മെന്റ് ഒരു ചെറിയ മുറിയാണ്, ഒരു വിശ്രമ മുറി. അവിടെ ഒരു ടോയ്ലറ്റും ഉണ്ട്, എക്സിറ്റ് കവാടവുമുണ്ട്. അങ്ങനെ വിമാനത്തിലേക്ക് എല്ലാവരും കയറി. 1928 ജൂലൈ മാസം 4 6 മണിക്ക് അവരുടെ യാത്ര ആരംഭിച്ചു. റൺവേയിൽ നിന്നും ആ പ്രൈവറ്റ് ജെറ്റ് പറന്നുയർന്നു. ആ ഫ്ലൈറ്റ് 4000 അടി ഉയരത്തിൽ പറക്കുമ്പോൾ ആൽഫ്രഡ് ഒരു നോട്ട് പാഡ് എടുത്ത് എന്തോ എഴുതാൻ തുടങ്ങി. അരമണിക്കൂറിന് ശേഷം അദ്ദേഹം ശുചിമുറിയിലേക്ക് പോയി. ഫ്രെഡും ആർത്തറും അത് ശ്രദ്ധിച്ചിരുന്നു. 15 മിനിറ്റ് കഴിഞ്ഞിട്ടും ആൽഫ്രഡ് ആ ശുചിമുറിയിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടില്ല. ഇപ്പോഴായിരുന്നു ആർത്തറിനും ഫ്രെഡിനും എന്തോ സംശയം തോന്നിയത്. ഫ്രെഡ് ടോയ്ലറ്റിന്റെ അടുത്ത് ചെന്ന് വാതിൽ മുട്ടി. പക്ഷെ മറുപടി ഒന്നും ഉണ്ടായില്ല. ഇപ്പോ വല്ലാത്തൊരു ഭയം തോന്നാൻ തുടങ്ങി. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ? ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമോ? ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടാകുമോ? ഇങ്ങനെ പല സംശയം വരാൻ തുടങ്ങി. വീണ്ടും വാതിൽ ശക്തമായി മുട്ടാൻ തുടങ്ങി. അപ്പോഴും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. വാതിൽ തകർത്ത് അകത്തേക്ക് കടക്കുക മാത്രമേ വഴിയുള്ളൂ. അങ്ങനെ അവർ വാതിൽ പൊളിച്ച് അകത്തേക്ക് നോക്കി. അത് കണ്ട എല്ലാവരും ഞെട്ടി. അകത്ത് ആൽഫ്രഡ് ഇല്ല. ആൽഫ്രഡ് അകത്തേക്ക് പോയത് ഫ്രെഡും ആർത്തറും കണ്ടിരുന്നു.
പക്ഷെ ഇപ്പോ അതിനകത്ത് അദ്ദേഹം ഇല്ല. പെട്ടെന്ന് ഈ ഒരു ഇൻഫർമേഷൻ റേഡിയോ വഴി പൈലറ്റ് ഡ്രൂവിന് അയച്ചു. പൈലറ്റിന് ഇപ്പോൾ മനസ്സിലായി പെട്ടെന്ന് തന്നെ ഈ വിമാനം ലാൻഡ് ചെയ്യണം. അദ്ദേഹം ലാൻഡിംഗ് സ്ഥലത്തിനായി തിരയാൻ തുടങ്ങി. അങ്ങനെ ഒരു ബീച്ച് കണ്ടു, ഒരു ചെറിയ ഐലാൻഡ്. അവിടെ ലാൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. 6 മിനിറ്റ് നീണ്ട പരിശ്രമത്തിനൊടുവിൽ ആ വിമാനം ആ ബീച്ചിൽ ഇറക്കി. ഈ വിമാനം ഇപ്പോ പറന്നുകൊണ്ടിരുന്ന സ്ഥലത്തിന്റെ പേര് ഇംഗ്ലീഷ് ചാനൽ എന്ന ഒരു കടലിന് മുകളിലായിരുന്നു. അതൊരു ചെറിയ ദ്വീപ്. ഈ ദ്വീപ് ഫ്രാൻസിന്റെ നിയന്ത്രണത്തിലായിരുന്നു. ഒരു അനധികൃത ലാൻഡിംഗ് അവിടെ സംഭവിക്കുന്നു എന്നുള്ളത് അവിടെ ഉണ്ടായിരുന്ന സൈനികർക്ക് മനസ്സിലായി. ഉടൻ തന്നെ ആ സൈന്യം ജെറ്റിനെ നോക്കിപ്പോയി. ഫ്രഞ്ച് സൈന്യം ഉടൻ തന്നെ ആ ജെറ്റിന്റെ ക്രൂ മെമ്പേഴ്സിനെ സമീപിച്ചു. പൈലറ്റിനോട് കാര്യം ചോദിച്ചു. എന്തുകൊണ്ട് ഫ്രഞ്ച് പ്രദേശത്ത് ലാൻഡ് ചെയ്തു എന്ന് ചോദിച്ചു. ഞങ്ങൾ ബ്രസൽസിലേക്ക് പോവുകയായിരുന്നു, പക്ഷേ ഇടയ്ക്ക് അപ്രതീക്ഷിതമായി വിമാനത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് ഒരു വിശദീകരണം നൽകി. അദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ അരമണിക്കൂറിന് ശേഷം ആൽഫ്രഡ് എന്ന വ്യക്തിയെ കാണാതായ കാര്യം പൈലറ്റ് ഫ്രഞ്ച് സൈന്യത്തോട് പറഞ്ഞു. അദ്ദേഹം വിമാനത്തിലുണ്ടായിരുന്നു, താഴെ വീണോ എന്നറിയില്ല, ഞങ്ങൾ അത് തിരയാൻ വേണ്ടിയാണ് ഇവിടെ നിർത്തിയത് എന്നും പറഞ്ഞു. സൈന്യം ഉടൻ തന്നെ വിവരം പോലീസിനെ അറിയിച്ചു. പോലീസും അല്പസമയത്തിൽ അവിടെ എത്തി. പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചു. വെറും 1 മണിക്കൂറിന് ശേഷം പിന്നീട് ഈ പോലീസുകാർക്കും ആ ക്രൂ മെമ്പേഴ്സിനും അതിനുള്ളിലുണ്ടായിരുന്ന പിന്നീട് പോലീസുകാർക്കും ആ വിമാനത്തിലുണ്ടായിരുന്ന വ്യക്തികൾക്കും ഇടയിൽ പല വിവാദങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. വെറും 1 മണിക്കൂറിന് ശേഷം ഈ വിവാദം അവസാനിക്കുകയും നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് തന്നെ തിരികെ പോകണമെന്ന് സൈന്യവും പോലീസും ആവശ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ആൽഫ്രഡ് എവിടെ? അയാളെ തിരയാൻ ഒരുപാട് കപ്പൽ, സൈന്യം എല്ലാം ഒരുങ്ങിയിരുന്നു. അവർ ഇംഗ്ലീഷ് ചാനൽ എന്ന കടൽ മുഴുവനും തിരഞ്ഞു. ജൂലൈ 4-ന് കാണാതായ ആൽഫ്രഡിനെ ജൂലൈ 19-ാം തീയതി കണ്ടെത്തി. ഒരു മത്സ്യത്തൊഴിലാളി, അദ്ദേഹത്തിന് ആ മൃതദേഹം ലഭിച്ചു. ശരീരം ജീർണിച്ച അവസ്ഥയിലായിരുന്നു. ആ മത്സ്യത്തൊഴിലാളി പോലീസിൽ ഉടൻ തന്നെ വിവരം അറിയിച്ചു. മൃതദേഹം കണ്ടെടുത്ത പോലീസ് ആളെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലായിരുന്നു. എന്നാൽ അത് അഴുകിയ നിലയിലായതുകൊണ്ട് പോലീസിന് ആളെ തിരിച്ചറിയാനായില്ല. അത് ആൽഫ്രഡ് ആണോ ഇല്ലയോ എന്ന് പോലും കണ്ടെത്താൻ സാധിച്ചില്ല. മൃതദേഹം തന്റെ ഭർത്താവാണോ എന്ന് തിരിച്ചറിയാൻ ആൽഫ്രഡിന്റെ ഭാര്യയോട് ആവശ്യപ്പെട്ടു. അവർ നോക്കിയിട്ട് അത് ആൽഫ്രഡ് തന്നെയാണെന്ന് അദ്ദേഹം ധരിച്ചിരുന്ന വാച്ചും ഡ്രസ്സും വെച്ച് സ്ഥിരീകരിച്ചു. ആൽഫ്രഡിന്റെ ഭാര്യയായ മെഡ്ലൈന് തന്റെ ഭർത്താവിന്റെ മരണത്തിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതിനാൽ സ്വകാര്യ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാനായി അയച്ചു. ആൽഫ്രഡ് എങ്ങനെ മരിച്ചു എന്നറിയണം. 3 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന് കൊലപാതകമായിരിക്കണം, അല്ലെങ്കിൽ ആത്മഹത്യ, അല്ലെങ്കിൽ അബദ്ധത്തിൽ വിമാനത്തിന്റെ എക്സിറ്റ് ഡോർ തുറന്ന് താഴേക്ക് വീണിട്ടുണ്ടാകാം. ഈ 3 കാരണങ്ങൾ മാത്രമേയുള്ളൂ. ഇതിനകം വിമാനത്തിന്റെ സ്ട്രക്ചർ നമ്മൾ അറിഞ്ഞു. ജൂലൈ 4-ന് അദ്ദേഹത്തെ കാണാതാവുകയും ജൂലൈ 19-ാം തീയതി മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു. ജൂൺ 12-ന് തന്നെ ബ്രിട്ടീഷ് സർക്കാർ അന്വേഷണം ആരംഭിച്ചിരുന്നു. വിമാനത്തിന്റെ മുൻസീറ്റിൽ പൈലറ്റും മെക്കാനിക്കുമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പൈലറ്റായ ഡ്രൂ എല്ലാവരോടും പറഞ്ഞത് എക്സിറ്റ് വാതിൽ തുറന്ന് ആൽഫ്രഡ് വിമാനത്തിൽ നിന്നും താഴെ വീണിട്ടുണ്ടാകും എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ മാത്രം ഒരു അനുമാനം പറഞ്ഞു. ഈ ഒരു തിയറി പരിശോധിക്കാൻ ബ്രിട്ടീഷ് അധികാരികൾ ഒരു പരീക്ഷണം നടത്തി. സമാനമായ ഒരു വിമാനത്തെ 1000 അടി ഉയരത്തിൽ പറപ്പിച്ചു. അങ്ങനെ പറന്നുകൊണ്ടിരിക്കുമ്പോൾ എക്സിറ്റ് വാതിൽ തുറക്കാനായി ഒരു മനുഷ്യനോട് ആവശ്യപ്പെട്ടു. എന്നാൽ വായുമർദ്ദം കാരണം ആ വാതിൽ തുറക്കാൻ അയാളെ കൊണ്ടായില്ല. പോരാത്തതിന് 2 പേർ ചേർന്ന് ആ വാതിൽ തുറക്കാൻ ശ്രമിച്ചു. അപ്പോഴും പറ്റിയില്ല. 1000 അടി മുകളിൽ പോലും ആ പുറത്തേക്കുള്ള എക്സിറ്റ് വാതിൽ തുറക്കാനായില്ല. അപ്പോ പിന്നെ 4000 അടി മുകളിലുള്ളപ്പോൾ ആൽഫ്രഡ് ഒറ്റയ്ക്ക് ആ വാതിൽ തുറന്നു എന്നുള്ള ആ ഒരു തിയറി ഇവിടെ തെറ്റായി മാറി. അവിടെ വായു സമ്മർദ്ദം ഇതിലും അധികമായിരിക്കും. അങ്ങനെയെങ്കിൽ ആൽഫ്രഡിനെ എങ്ങനെയായിരിക്കും മരിച്ചിട്ടുണ്ടാവുക? ഇതൊരു അപകട മരണമാണ്. അപ്രതീക്ഷിതമായി വാതിൽ തുറന്നു. ആത്മഹത്യ ചെയ്യാം എന്ന വിചാരത്തിൽ അദ്ദേഹം കതക് തുറന്ന് താഴെ വീണു എന്നുള്ള സിദ്ധാന്തം ഇവിടെ തെറ്റായി മാറി. അടുത്തു വന്ന സംശയം കൊലപാതകമാണോ എന്നാണ്. അതിനായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചു. ആദ്യഘട്ടമായി മെക്കാനിക് എന്തുകൊണ്ട് ഈ വിമാനത്തിൽ വരണം? ഈ ചോദ്യത്തിനിടയിൽ അടുത്തു വന്ന ചോദ്യം, തൊട്ടടുത്തൊരു എയർപോർട്ട് ഉണ്ടായിരുന്നു, അവിടെ ലാൻഡ് ചെയ്യുന്നതിന് പകരം എന്തുകൊണ്ട് ഒരു ദ്വീപിൽ വന്ന് ലാൻഡ് ചെയ്തു? പൈലറ്റിന് ലാൻഡ് ചെയ്യാൻ സമീപത്തായി ഒരു ലാൻഡ് സ്ട്രിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അവർ ആ ദ്വീപിൽ ഇറങ്ങാൻ തീരുമാനിച്ചു. പൈലറ്റ് ആ വിമാനം ലാൻഡ് സ്ട്രിപ്പിൽ ഇറക്കിയിരുന്നെങ്കിൽ ജീവനക്കാർക്ക് അടിയന്തര സഹായം ലഭിക്കുമായിരുന്നു. എന്നാൽ പൈലറ്റ് ആ ദ്വീപിൽ ഇറക്കുകയും ഫ്രഞ്ച് സൈനികരുമായി സംസാരിച്ച് വിവാദത്തിൽ സമയം കളയുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഡ്രൂ ആണോ ആൽഫ്രഡിനെ കൊന്നത്?
ഇതായിരുന്നു അടുത്തു വന്ന ചോദ്യം. ഡ്രൂ കൊന്നിട്ടുണ്ടാകും എന്ന സംശയം വരാനും പല കാരണങ്ങൾ ഉണ്ടായിരുന്നു. വിമാനത്തിന്റെ എക്സിറ്റ് ഡോർ അടുത്തിടെ മാറ്റിയതായി അധികൃതർ കണ്ടെത്തി. വിമാനം പറന്നു ഉയരുന്നതിന് മുൻപ് പുറത്തേക്കുള്ള വാതിൽ ചെറുതായി ഒന്ന് തുറന്നിരുന്നു. അതായത് ഈ ഒരു ഫ്ലൈറ്റ് ജൂലൈ മാസം 4-ാം തീയതി 1928 തന്നെ ഈ വിമാനം യാത്ര ചെയ്യുന്നതിന് മുൻപ് ആ എക്സിറ്റ് ഡോർ തുറന്നിരുന്നു. അല്ലെങ്കിൽ അതിന്റെ നട്ട് ബോൾട്ട് എല്ലാം ലൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആൽഫ്രഡ് ഇതൊന്നും ശ്രദ്ധിച്ചില്ല. വാതിൽ തുറന്നിരിക്കുന്നു എന്ന് കരുതി ആൽഫ്രഡ് അടയ്ക്കാൻ ശ്രമിച്ചു. അങ്ങനെ പ്രതീക്ഷിക്കാതെ വിമാനത്തിൽ നിന്നും താഴെ വീണു എന്നും അടുത്ത തിയറി പറഞ്ഞു. എന്നാൽ ഈ തിയറി അടിസ്ഥാനമാക്കി നോക്കിയാലും അദ്ദേഹം താഴെ വീണു എന്ന് തന്നെ വയ്ക്കാം. അതിനുശേഷം ആ ഡോർ ആരാണ് അടച്ചത്? താനെ അടയാൻ യാതൊരു സാധ്യതയുമില്ല. അതൊരു ചെറിയ വിമാനമായതിനാൽ തുറന്നിരുന്നാൽ കനത്ത ശബ്ദം തന്നെ വരും. പക്ഷെ സ്റ്റെനോഗ്രാഫേഴ്സിനും അവിടെയുള്ള ജീവനക്കാർക്കും യാതൊരു ശബ്ദവും കേട്ടില്ല. വാതിൽ അകത്തു നിന്നും അടച്ചിരുന്നു. അപ്പോ ഇതൊരു കൊലപാതകമാണ് എന്ന സിദ്ധാന്തവും അവിടെ തെറ്റി. അങ്ങനെയാണെങ്കിൽ ആൽഫ്രഡിന് എന്ത് സംഭവിച്ചു? ജീവനക്കാർ ആൽഫ്രഡിനെ കൊലപ്പെടുത്താൻ സാധ്യതയുണ്ടോ? 2 സ്ത്രീകൾ ചേർന്ന് കൊന്നിരിക്കാൻ സാധ്യതയില്ല. മറ്റൊരു പുരുഷൻ അകത്തിരുന്നു. ഒരാൾ മാത്രമാണ് ആൽഫ്രഡിന് എന്ത് പറ്റിയെന്ന് ശുചിമുറിയിൽ ചെന്ന് നോക്കിയത്. ഈ ദുരൂഹതകൾക്കിടയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നു. മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന്റെ പേരെഴുതിയ പ്രത്യേക കല്ലറ പോലും അവിടെ ഇല്ലായിരുന്നു. ആൽഫ്രഡിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ കമ്പനി ഓഹരി 50% വർദ്ധിച്ചു. ഇതിനകം ആൽഫ്രഡിന് ലൈഫ് ഇൻഷുറൻസും ഉണ്ടായിരുന്നു. ആൽഫ്രഡിന്റെ കമ്പനി വലിയ ലാഭം നേടാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഇൻഷുറൻസ് പണം ലഭിച്ച് ആ കമ്പനി അധിക ലാഭം നേടാൻ തുടങ്ങി. ഇതിനിടയിൽ ഈ ലാഭം നേടാനായി അദ്ദേഹത്തിന്റെ പാർട്ട്നേഴ്സ് തന്നെ, പങ്കാളികൾ തന്നെ അദ്ദേഹത്തെ കൊന്നിട്ടുണ്ടാകുമോ എന്നുള്ള തിയറിയും വന്നു. ഇതിനായി പൈലറ്റും മെക്കാനിക്കും ഈ കൊലപാതകത്തിന്റെ ഒരു ഭാഗമായി എന്നും പറയുന്നുണ്ട്. അവസാനമായി വന്ന വിചിത്രമായ ഒരു തിയറി ആൽഫ്രഡ് മരിച്ചിട്ടേ ഇല്ല എന്നാണ്. അദ്ദേഹത്തെ കാണാതായി 14 ദിവസത്തിന് ശേഷം മൃതദേഹം കണ്ടെത്തി. അത് ആൽഫ്രഡ് ആണെന്ന ഭാര്യയും സ്ഥിരീകരിച്ചു. അത് അദ്ദേഹം ധരിച്ചിരുന്ന വാച്ചും സ്യൂട്ടും വെച്ചാണ് കണ്ടെത്തിയത്. അത് ആർക്ക് വേണമെങ്കിലും മാറ്റാൻ സാധിക്കും. ആൽഫ്രഡിന്റെ DNA ടെസ്റ്റ് നടത്തിയോ എന്ന് ചോദിച്ചാൽ അതില്ല. അങ്ങനെ ഒരു പരിശോധനയും നടത്തിയിട്ടില്ല. വിമാനം ദ്വീപിൽ ഇറങ്ങിയ ശേഷം അധികൃതർ 1 മണിക്കൂറോളം ജീവനക്കാരെ ചോദ്യം ചെയ്തു. ഇതിന് പുറകിൽ ഒരുപക്ഷെ വലിയ ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടാകാം. കൂടാതെ ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ വെറും ഒരേയൊരു ദിവസം മാത്രമാണ് നടന്നത്. ഒരുപക്ഷെ ആൽഫ്രഡിന് കടക്കെണി ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം മരിക്കുന്നതിന് പകരം മറ്റൊരു മൃതദേഹത്തെ വെച്ചുകൊണ്ട് നാടകം കളിച്ചു. DNA പരിശോധന നടത്തിയിട്ടും ഇല്ല. സ്വകാര്യ ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടവും നടത്തിയത്. അദ്ദേഹത്തിന്റെ ശവകുടീരത്തിൽ ഒരു കല്ലറ പോലും പണിതില്ല. അപ്പോ ആൽഫ്രഡ് ജീവിച്ചിരിപ്പുണ്ടെന്ന് ഭാര്യയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആ ശ്മശാനത്ത് യാതൊരു തെളിവുമില്ലാതെ അടക്കം ചെയ്തത്. അതിനാൽ ആൽഫ്രഡ് മരിച്ചിട്ടില്ല എന്നുള്ള തിയറിയുമുണ്ട്. ഇതിൽ ഏതാണ് സത്യമെന്നുള്ളത് ഇന്നും അറിയില്ല. പല വിമാന അപകടങ്ങൾ സംഭവിക്കുമ്പോഴും അതിലും പരിഹരിക്കാൻ കഴിയാത്ത പല നിഗൂഢതകൾ ഉണ്ടായിരിക്കും. ഇതും അതുപോലെ ചുരുളഴിക്കാൻ കഴിയാത്ത ഒരു രഹസ്യമായി തന്നെ ഇന്നുമുണ്ട്. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.